ഏഴ് വെള്ളത്തിൽ കുളിച്ചാൽ തീരാത്ത നാറുന്ന അഴുക്കിന്റെ എപ്പിസോഡുകൾ ഒന്നും രണ്ടുമല്ല, ഒരു ഡേർട്ടി പരമ്പര ആ സൈബർ സ്പേസിലല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മൾ ഈ ചാനൽ ചർച്ചകൾ, ചാനൽ അവതാരകരിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു അവതാരകനാണ് മറ്റാരുമല്ല, ഈ ഹാഷ്മി. 24 ന്യൂസിലെ ഹാഷ്മി. ആ പുള്ളിയുടെ അവതരണം കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മളങ്ങനെ നമ്മുടെ ഈ കൈകാലുകളിലേക്കെല്ലാം നമ്മുടെ ദേഹത്തേക്ക് എന്തെങ്കിലും ഈ രോമാഞ്ചം വരുന്നത് കേട്ടിട്ടില്ലേ? ആ ലെവലിലാണ് ഈ പുള്ളിയുടെ അവതരണം. സത്യം പറഞ്ഞാൽ ഈ പുള്ളി പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്ക് ചെറിയൊരു വിക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോർമലായിട്ട് സംസാരിക്കുന്ന ചെറിയൊരു വിക്കുണ്ട്. ആ വിക്ക് എനിക്ക് കൊണ്ട് കേട്ടോ, ചില സമയത്ത് എനിക്ക് ആ വിക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കം ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം പോലെ ഒരു സംഭവം അങ്ങ് പറയും. എന്റെ പള്ളി എങ്ങനെ പറയണമെന്നറിയില്ല. അക്ഷരസ്ഫുടതയും അപ്പൊ ആ ഒരു വിക്കില്ല, ഒന്നുമില്ല കേട്ടോ. ഒരു അക്ഷര സ്ഫുടത പോലെ ടപ്പ എങ്ങനെ പുള്ളിക്ക് ഇത്രയും ഈ പറഞ്ഞതുപോലെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു തെറ്റ് പോലും ഇല്ലാതെ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് പുള്ളി എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ ഇതുവരെക്കിട്ട് ഓരോ അവതാരകന്മാരിലും ഇതുപോലൊരു കഴിവ് ഞാൻ കണ്ടിട്ടില്ല. സത്യം, ഈ പുള്ളിയുടെ ഇത് കേൾക്കുമ്പോൾ ഈ പുള്ളിയോട് നമുക്ക് ആരാധന തോന്നിപ്പോകും. ഈ പുള്ളി ഒരു ജീനിയസ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ നമുക്കറിയാം, ഈ ഹാഷ്മി ഏത് പിന്നീട് പ്രോഗ്രാം ചെയ്താലും പുള്ളിക്കെതിരായിട്ട് വരുന്നവരെല്ലാവരും ചുട്ട മറുപടി, ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി കൊടുത്ത് നമ്മൾ ചിരിപ്പിക്കുക, അതോടൊപ്പം മറ്റവന്റെ വായടക്കുകയും ചെയ്യുന്ന ഹാഷ്മി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടന്ന ഒരു എൻകൗണ്ടർ പരിപാടിയിൽ ഹാഷ്മി, നമ്മുടെ ഹണി റോസ് തന്നെയാണ് വിഷയം, നമ്മളെ ബോച്ച തന്നെയാണ് വിഷയം. ഇപ്പൊ ഹണി റോസ് അല്ല, ഹണി റോസ് നമ്മൾ മാറ്റി വെക്കുകയാണ്, ഇപ്പൊ ബോച്ചയാണ് വിഷയം. മനസ്സിലായോ? അപ്പം കാരണം ഈ ഒരു വിഷയത്തിന് ഹണി റോസിന്റെ പേരും പറഞ്ഞിട്ട് കൊണ്ട് ബോച്ച ചെയ്ത കുറ്റങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ താഴ്ത്തപ്പെടുന്നുണ്ട്. ബോച്ച ഹണി റോസിന്റെ അടുത്ത് മാത്രമല്ല, കണ്ണിക്കാണുന്ന പെൺകുട്ടികളുടെ അടുത്ത് എല്ലാം മൊത്തം പറയുന്നുണ്ട്. അതിന് ഈ എൻകൗണ്ടർ തുടങ്ങുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഹാഷ്മി പറഞ്ഞ ഒരു ഡയലോഗ് 2 മിനിറ്റ് അതൊന്ന് കേട്ടു നോക്ക് കേട്ടോ. രോമാഞ്ചം പുളിക്കുന്നത്, ഒന്ന് കേട്ടു നോക്ക്. ഓക്കെ. അഴുക്കിൽ പുതഞ്ഞ പുഴുക്കൾ വമിക്കുന്ന ഒരു അഴുക്കുചാലാണ് സൈബർ ഭൂമികയുടെ മിക്ക പ്രദേശങ്ങളും നേരത്തെ അറിയാവുന്നതാണെങ്കിലും ഇത്ര കണ്ട് വൃത്തികെട്ടതാണ് ആ മേഖല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ബോച്ചയ്ക്ക് നന്ദിയുണ്ട്. ആ പുരാണം പറഞ്ഞ കുന്തിദേവി വർത്താനമൊക്കെ ചെറുത്, എന്നെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തണം, പറയാതിരിക്കാനാവില്ലത് കൊണ്ടാണ് ക്ഷമിക്കണം. ഈ അടുത്ത കാലത്താണ് ഏതോ ഒരു ഓൺലൈൻ ചാനൽ ഒരു ടീനേജുകാരി പെൺകുട്ടി ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ഫാൻസി വസ്ത്രമാണ് വേഷം, കണ്ടപാടെ മുണ്ടും ചട്ടയും ഇട്ട് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയ വ്യവസായിയുടെ സംശയം, ഈ വസ്ത്രത്തിന് സിബുണ്ടോ? ഉണ്ടെന്ന മറുപടിയിൽ സംശയം തീരാത്ത ബിസിനസ് കൺഗ്ലോമറേറ്റിന്റെ അടുത്ത ചോദ്യം, ഊരിക്കാണിക്കാമോ? മ്യൂച്വൽ കൺസെന്റ് ഇല്ലെങ്കിൽ സ്വകാര്യമായി പോലും ചോദിക്കാൻ പാടില്ലാത്ത പന്നവർത്താനം ആരെ പേടിക്കാനെന്ന അഹങ്കാരത്തിൽ പരസ്യമായി ഓക്കാനിച്ചു വെക്കലാണ്. മറ്റൊരു ചാനൽ, മറ്റൊരു പെൺകുട്ടി ചോദ്യം, ഈ വെള്ളയും സ്ഥിരമായിട്ടാൽ ബോറടിക്കില്ലേ? ദാ വരുന്നു മറുപടി, എന്താ ഊരണോ? ഉളുപ്പില്ലാതെ മുഖത്ത് നോക്കി വൃത്തികേട് പറയുമ്പോൾ ചെവിക്കല്ല് തീർത്ത് കൊടുക്കണ്ട, നിർത്തടോ തന്റെ മര്യാദകേട് എന്നുറപ്പോടെ പറയാൻ പോലും പാങ്ങില്ലാത്ത വൾണറബിൾ പെൺകുട്ടികളോടാണ് അശ്ലീലത്തിന്റെ വിളവറക്കൽ. ദ്വയാർത്ഥമൊന്നുമല്ല, നേരിട്ടാണ് വെറിപൂണ്ട വാക്കുകൾ. ഏഴ് വെള്ളത്തിൽ കുളിച്ചാൽ തീരാത്ത നാറുന്ന അഴുക്കിന്റെ എപ്പിസോഡുകൾ ഒന്നും രണ്ടുമല്ല, ഒരു ഡേർട്ടി പരമ്പര ആ സൈബർ സ്പേസിലല്ല. പൊതുവിടത്തിൽ ആവർത്തന വൃത്തികേടിൽ ഗതികെട്ട് കേരളം അറിയുന്ന ഒരു അഭിനേത്രി പരാതിയുമായി പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ അറിയുന്നതെങ്കിൽ വൈകൃത വാക്കുകളുടെ തമ്പുരാനായി ഇക്കാലം അത്രയും അയാൾ നിർബാധം അശ്ലീലം പറഞ്ഞെങ്കിൽ കേരള പോലീസിന്റെ ഉണ്ടെന്ന് പറയുന്ന സൈബർ സെല്ലിന്റെ കണ്ണിലെന്താ കുരുവാണോ? പ്രായം പോലും നോക്കാതെ ശരീരത്തിൽ കണ്ണും നട്ട് വൃത്തികേട് പറഞ്ഞ അയാൾ തനിച്ചല്ലതൊരു മനോഭാവമാണ്. രാഷ്ട്രീയ പ്രതിരോധം എന്ന മട്ടിലും അല്ലാതെയുമൊക്കെ ഈ വൈകൃതം ശീലമാക്കിയ പെർവർട്ടുകൾ അഴുക്കൻ കൂട്ടമങ്ങ് മര്യാദാരപന്മാരാവുമെന്ന് പ്രതീക്ഷ വേണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ മര്യാദ പറയാനൊന്ന് ചുരുങ്ങിയ പക്ഷം കൈവിറയ്ക്കുമെങ്കിൽ അന്താരാഷ്ട്ര കോടീശ്വരന്റെ വീണുപോയ കോൺഫിഡൻസും തടവറവാസവും നല്ലതാണ്. ആ വൃത്തികേട് പറഞ്ഞതിന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ജീപ്പിലടിച്ച് പ്രതിഷേധിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഇവിടെ ആൾക്കൂട്ടമുണ്ടെങ്കിൽ എൻ്റെ സാറേ എന്തോന്ന് പ്രബുദ്ധ കേരളം. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ വസ്ത്രങ്ങൾ ഇഷ്ടമല്ല എന്ന വിയോജിപ്പ് പറയുന്നതിനപ്പുറം ശരീരം കൊത്തിപ്പറിച്ച് എന്തും പറഞ്ഞങ്ങ് മേയാമെന്ന ധാരണക്കാരെ കേരളം കൈപ്പാടകളെ നിർത്തണം. തരം കിട്ടിയാൽ ആ കൂട്ടം പിച്ചക്കേറുന്ന ബലാത്സംഗികളാകും. അക്ഷരം തെറ്റാതെ വിളിക്കണം, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അക്ഷരം തെറ്റാതെ വിളിക്കണം, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. വളരെ കൃത്യമില്ല. ഇങ്ങനെ ഇത്രയും ചങ്കൂറ്റമൊട്ടത്തോടെ പറയാൻ കഴിയുന്നു ആലോചിച്ച് നോക്കി. മറ്റൊരു അവതാരയിലും ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ആ പറയുന്ന വാക്കുകൾ 2 മിനിറ്റ് ഏതാണ്ട് 2 മിനിറ്റ് ഉണ്ട്. ഈ 2 മിനിറ്റിൽ പറഞ്ഞ ഓരോ വാക്കുകൾ അത് നമ്മളൊന്ന് ഒരിക്കൽ കൂടി കേൾക്കണം. നമുക്ക് ഈ പുള്ളി പറയുന്ന, ഹാഷ്മി പറയുന്ന സംഭവങ്ങൾ ഒരിക്കൽ കേട്ടാൽ പോരാ. ഞാനൊരു കുറെ പ്രാവശ്യം കേട്ടു കേട്ടോ. കുറെ പ്രാവശ്യം ഇത് കേട്ടതിന് ശേഷം ഇതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതിയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ഈ പറയുന്നതിനകത്ത് കംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് A to Z ഇതിനകത്തുണ്ട്. വെൽഡൻ. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞില്ല, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ് എന്നുള്ളത്. ഭരനാറി എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് ഇനി ഒരു ഭാഗം കൂടി ഞാൻ വെക്കാം. അത് മറ്റൊന്നുമല്ല,
നമ്മുടെ പിന്നെ രാഹുൽ ഈശ്വറും ഈ പുള്ളിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് ഇതിനേക്കാളും ബെറ്റർ ആണ്. അത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തിരിച്ചു ചാവാനുള്ളതുണ്ട് അതിനകത്ത്. രാഹുൽ ഈശ്വർ സത്യം പറഞ്ഞാൽ വാ അടച്ച അയ്യോ ഇതാ ഈ നമ്മുടെ പുലിയെ അടുത്താണല്ലോ പോയി പറഞ്ഞത് എന്നുള്ള തരത്തിലായിപ്പും രാഹുൽ ഈശ്വർ. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, രാഹുൽ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്തോ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കണ്ടേ രാഹുലെ താങ്കളെ ഡോക്ടറെ പോയി കണ്ടേ? ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ താങ്കൾ ആ ഡോക്ടറെ പോയി കാണണ്ടേ? എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്റെ പൊന്നു രാഹുൽ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുലെ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്താണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നതാണ്. ഞാനാ പറയുന്നത്, ആ കോവളം ബീച്ചിലോട്ടൊന്നും പോവല്ലേ? ഞങ്ങൾ സാധാരണക്കാരാണ്. ഹാഷ്മി ഒരു പക്ഷേ മറ്റേ സിദ്ധനായിരിക്കും, ഹാഷ്മി യോഗി ആയിരിക്കും. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സാധാരണക്കാർക്കും തോന്നാറില്ല രാഹുൽ. അതെന്തോ പ്രശ്നമാണ്, അതെന്തോ ആരോഗ്യ പ്രശ്നമാണ്, അതെന്തോ മനോനില പ്രശ്നമാണ്. ചികിത്സിക്കണം രാഹുൽ, അത് ചികിത്സിക്കേണ്ടതാണ്. ഹണി റോസിനെ അല്ല പറയുന്നത്, ഹാഷ്മിയാണ്. ഒരു വരി ഹണി റോസ് വരും, ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ. അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും കാരശ്ശേരി മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണല്ലോ ആൾക്കാർ ഓടിക്കൂടുന്നത്. ആരെയാ കണ്ണടച്ച് പറ്റിക്കുന്നത്? അപ്പൊ ഓടിക്കൂടുന്നത് ഹണി റോസിന്റെ കുറ്റമാണോ? സാറേ, ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടങ്ങ് പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? അല്ല, ഹണിയുടെ മണ്ടയ്ക്ക് വെക്കണോ? സത്യം പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, കോവളം തൊട്ടൊന്നും പോവല്ലേ, ആ മതാമമാരെ കോവളത്തിൽ ചാടിച്ചാവും. വെച്ച് ഇതാണ് പറയാനുള്ളത്. മനസ്സിലായ? ആ ഹണി റോസ് ഇട്ടോണ്ട് വന്ന സംഭവം കണ്ട് ഇവരെന്തെങ്കിലും തോന്നണമെങ്കിൽ നീ കോവളത്തോട്ട് പോകരുത്. വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. നീ കോവളത്തോട്ട് പോണവര് പോട്ട് പറയാ. ഇതും അതിനടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഹണി റോസ് വരുമ്പോൾ ആൾക്കാർ വരുന്ന പ്രഭാഷണം കേൾക്കാനല്ലല്ലോ, മറ്റെന്തെങ്കിലും ആണല്ലോ ഈ ഓടി വരുന്ന പറയുമ്പോൾ അതിനും ചുട്ട മറുപടി എടുക്കുന്നുണ്ട് ഹാഷ്മി. അങ്ങനെ ഓടി വരുന്നത് അത് ഹണി റോസിന്റെ കുറ്റമാണോ? അല്ലല്ലോ, ഈ ഓടി വരുന്നവന്റെ കുറ്റമല്ലേ? ഈ ചെറിയ വസ്ത്രങ്ങൾ കാണുമ്പോ ഈ പുരുകം രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ പൊങ്ങുന്നുണ്ടെങ്കിൽ, പുരുകം എന്തോ പൊങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഈ മൊത്തത്തിൽ അങ്ങ് പിടിക്കല്ലേ രാഹുലെ? ഇവരുടെ സാധാരണക്കാരെ മൊത്തത്തിൽ അങ്ങ് പിടിക്കാതെ നീ നിന്റെ കേസ് പറ. നിനക്ക് ചുണയുണ്ടെങ്കിൽ, നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് തോന്നിയത് പറ. മനസ്സിലായോ? നിനക്ക് സത്യം പറഞ്ഞാൽ ഇവനെതിരെ കേസ് കൊടുക്കണം. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്, വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കണം. കാരണം ഇവിടെ ഇപ്പൊ ഇതുവരെ ഈ പറയുന്ന ഇങ്ങനെ ഒരു കമന്റ് ഒന്നും വിടാൻ പിന്നീട് അതായത് എന്താണ് പേടിച്ചിരുന്നവർ അവരിപ്പം ധൈര്യത്തോടെ ഇടയാണ്. ഇവർ പറഞ്ഞാൽ ഈ വസ്ത്രം ഇങ്ങനെ ചെറു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാമെന്നുള്ള രീതിയിൽ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതിയെ, നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇരുന്നുകൊണ്ട്, അതിന് പ്രചോദനം നൽകുകയാണ്, അതിനെന്താണ് അതിനെ നേതാവായി ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇവനറിയാം, രാഹുൽ ഈശ്വരൻ അറിയാം ഈ പറയുന്നത് എന്നൊക്കെ തെറ്റാണെന്ന് അറിയാം, ഇങ്ങനെ നമുക്ക് പറയാൻ പാടില്ല എന്നൊക്കെ അറിയാം. മനസ്സിലായ? എങ്കിലും പൈസ വാങ്ങിച്ചു പോയില്ലേ, അതുകൊണ്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ആ ഹാഷ്മി തികച്ച് കൊടുത്തിട്ടുണ്ട്. തികച്ച് നിങ്ങൾക്ക് വിവരമുള്ള ആരെങ്കിലും ഒരുത്തൻ, വിവരമുള്ള ഇത്രയും നിങ്ങൾ ചാനൽ ചർച്ചകൾ കണ്ടേ, വിവരമുള്ള ആരെങ്കിലും ഒരുത്തൻ വന്നിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ടോ? ഞാനും സമ്മതിക്കുന്നു, ഈ പറയുന്ന വസ്ത്രത്തിൽ മിതത്വം വേണമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഹണി റോസ് തുണി ഇല്ലാതെ അല്ല അവിടെ, അവൾ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ വന്നു. അവൾക്ക് ഇത്തിരി ശരീരം അവിടെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നു. എന്തും പറയാൻ നിങ്ങൾ വേണമെങ്കിൽ ആസ്വദിച്ചോന്നേ, പറയാൻ പറ്റത്തില്ല. അവിടെ വന്ന് നിങ്ങൾ വസ്ത്രം ചെറുതായൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തി മേഖലയുമായിട്ടില്ല, അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹണി റോസ് എന്ന് പറയുന്നത് ഒരു മോഡലാണ്, ഒരു സിനിമാ നടിയാണ്. അപ്പൊ ആ രീതിയിലുള്ള വസ്ത്രങ്ങളിലേ അവർ ധരിക്കത്തുള്ളൂ. അവിടെ തുണിയില്ലാതെ മാരുടെ മൊത്തം കാണിച്ചുകൊണ്ട് വരുന്നില്ലല്ലോടെ, ഇവിടെ മൂട് മൊത്തം കാണിച്ചുകൊണ്ട് വരുന്നില്ലല്ലോടെ. ഇത് നമ്മൾ ചിന്തിക്കുക. നിങ്ങളിത് ചിലർക്ക് അവിടെ എന്ത് വൾഗറായിട്ട് ചിലർക്ക് തോന്നും, പക്ഷെ നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ വിചാരിക്കുന്നതല്ലെന്നേ, നമ്മുടെ ചിന്തകളാണെന്നേ. എനിക്ക് ഇത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ചിന്തകളാണ്. അവർക്ക് പിന്നീട് ഞാനും കുറ്റം പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ഈ വൾഗറായിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയയിലേക്ക് വന്നെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ, അവർ തുറന്നു കാണിച്ചിട്ട് എടുത്തിട്ട് പറ്റില്ല. അവരൊക്കെ ഇറക്കി പിടിച്ച ഡ്രസ്സ് ഇടുന്നു, അല്ലാതെ അവരുടെ പിന്നെ ഫ്രണ്ടോ ബാക്കോ എന്തെങ്കിലും തുറന്നു കാണിച്ചുകൊണ്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഹാഷ്മി, എന്റെ അമ്മ ഒരു രക്ഷയില്ല ഹാഷ്മി.
നിങ്ങൾ നമിച്ചു. ഇപ്പത്തെ വേറെ ഇനി വരണം കാശ്മീർ വെല്ലാൻ, ഈ പറയുന്ന ചാനൽ അവതാരകരില് കാശ്മീർ വെല്ലാൻ ഇനി മറ്റാരെങ്കിലും ജനിക്കണം. നമുക്ക് കേട്ട് കാണാം. ജയം.